ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം. വാക്യപ്രകാരം പറയുന്നു: ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. ഈ വാക്യം യോഹന്നാന്റെ സുവിശേഷത്തിലെ വലിയ അധ്യായത്തിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ യേശു 5 അപ്പവും 2 മീനും കൊണ്ട് ജനക്കൂട്ടത്തെ പോഷിപ്പിക്കുന്നത് പൂർത്തിയാക്കി, തുടർന്ന് ഈ അത്ഭുതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ പഠിപ്പിക്കുവാനായി തുടങ്ങുന്ന അവസരമാണ്. ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം വളരെ ആഴമേറിയതും ബഹുമുഖവുമാണ്. ആത്മീയ പോഷണം, വിശ്വാസം, യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്നുള്ള ഉപജീവനം എന്നീ വിഷയങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഞാനാണ് ജീവന്റെ അപ്പം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യേശു തന്നെ ധീരമായ ഒരു പ്രസ്താവന നടത്തുന്നതോടുകൂടെയാണ് ഇത് ആരംഭിക്കുന്നത്. ഈ രൂപക ഭാഷ യോഹന്നാന്റെ പുസ്തകത്തിലെ ഒരു കേന്ദ്ര വിഷയമാണ്. ആഴമേറിയ ആത്മീയ സത്യങ്ങൾ ആശയവിനിമയം നടത്തുവാൻ യേശു പരിചിതവും ദൈനംദിന വസ്തുക്കളെയും ഉപയോഗിക്കുന്നു. ഈ സാഹചര്യത്തിൽ പല സംസ്കാരങ്ങളിലും അപ്പം ഒരു പ്രധാന ഭക്ഷണമാണ്. അത് ജീവൻ നിലനിർത്തുന്നതിനും അത്യന്താപേക്ഷികമാണ്. അങ്ങനെയാണ് യേശു ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആത്മീയ ജീവിതം നിലനിർത്തുന്നതിനും യേശു എന്ന അപ്പം ആവശ്യമാണ്. പോഷണവും കരുതലും ചിത്രീകരിക്കുവാൻ ബൈബിളിലുടനീളം അപ്പത്തിൻ്റെ ഒരു ഇമാജിനറി ഉപയോഗിച്ചിരിക്കുന്നു. ഈ വാക്യത്തിൽ ആത്മീയ പോഷണത്തിൻ്റെ ആത്യന്തിക ഉറവിടം യേശുവാണെന്ന ആശയം അറിയിക്കുവാൻ ഇത് ഉപയോഗിക്കുന്നു. ശാരീരിക ഉപജീവനത്തിന് അപ്പം ആവശ്യമായിരിക്കുന്നത് പോലെ ആത്മീയ പോഷണത്തിന് യേശു അത്യന്താപേക്ഷികമാണ്. അവൻ്റെ അടുക്കൽ വരുന്നവർക്ക് ഒരിക്കലും വിശക്കുകയോ ദാഹിക്കുകയോ ചെയ്യില്ല. ഇത് ആത്മാവിൻ്റെ ആഴമേറിയ ആവശ്യങ്ങളും വാഞ്ചകളും യേശു തൃപ്തിപ്പെടുത്തുന്നു. ഇത് ആത്മീയ പൂർത്തീകരണത്തിൻ്റെ പ്രമേയവും യേശുവുമായുള്ള ബന്ധത്തിലൂടെ മാത്രമേ ഒരാൾക്ക് യഥാർത്ഥ സംതൃപ്തി കണ്ടെത്തുവാൻ കഴിയൂ എന്ന ആശയവും ഇവിടെ അറിയിക്കുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല എന്ന വാക്യത്തിൻ്റെ പിന്നീടുള്ള ഭാഗം ഈ ആത്മീയ സമൃദ്ധി അനുഭവിക്കുന്നതിനുള്ള താക്കോൽ യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെ ഊന്നിപ്പറയുന്നു. യേശുവിൻ്റെ അടുക്കൽ വരുന്നത് അവനെ അന്വേഷിക്കുന്നതും അവൻ്റെ പഠിപ്പിക്കലുകളുമായി ഒരാളുടെ ജീവിതത്തെ സമന്വയിപ്പിക്കുന്നതിനെയും പ്രതിനിധീകരിക്കുന്നു. അതേസമയം അവനിൽ വിശ്വസിക്കുന്നത് അവൻ്റെ ദൈവിക ശക്തിയിലും കൃപയിലുമുള്ള ആഴമായ വിശ്വാസത്തെയും ആശ്രയത്തെയും സൂചിപ്പിക്കുന്നു. ഒരിക്കലും വിശക്കുകയോ ദാഹിക്കുകയോ ചെയ്യില്ല എന്ന വാഗ്ദത്തം അർത്ഥപൂർണവും ലക്ഷ്യബോധമുള്ളതുമായ ജീവിതത്തിന് ആവശ്യമായതെല്ലാം നൽകുന്ന ക്രിസ്തുവിൽ പൂർണ്ണമായ നിവൃത്തിയും സംതൃപ്തിയും കണ്ടെത്തുക എന്ന ആശയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ സന്ദർഭം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ വളരെ നിർണായകമാണ്. ഏതാനും അപ്പവും മീനും കൊണ്ട് ജനക്കൂട്ടത്തെ പോഷിപ്പിക്കുന്ന അത്ഭുതം പ്രവർത്തിച്ചതിന് ശേഷമാണ് യേശു ഈ വാക്കുകൾ പറഞ്ഞത്. അതവൻ്റെ ശക്തിയും അനുകമ്പയും പ്രകടമാക്കുന്ന ഒരു അത്ഭുത പ്രവൃത്തിയാണ്. ആളുകൾക്ക് ശാരീരികമായി വിശന്നിരുന്നു. അവരുടെ ആഴമേറിയതും ആത്മീയവുമായ വിശപ്പിനെയും
തനിക്കു വേണ്ടിയുള്ള ആവശ്യത്തെയും കുറിച്ച് അവരെ പഠിപ്പിക്കുവാൻ യേശു ഈ അവസരം വിനിയോഗിച്ചു. അപ്പം ഒരു പ്രതീകമായി ഉപയോഗിക്കുന്നതിലൂടെ അവരുടെ ശാരീരിക ഉപജീവനവും ആത്മീയ പോഷണവും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ അവന് കഴിഞ്ഞു. അവരുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ തനിക്ക് മാത്രമേ കഴിയൂ എന്ന് ഇവിടെ യേശു ചിത്രീകരിക്കുകയാണ്. ഈ വാക്യത്തിൽ പ്രതീകാത്മകതയും പ്രബലമാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തെ പ്രതിനിധീകരിക്കുന്ന അപ്പം മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി നൽകിയിട്ടുണ്ട്. ഇത് അവസാനത്തെ അത്താഴത്തിൻ്റെ പിന്നീടുള്ള സംഭവങ്ങളെ നമുക്ക് മുന്നേ കാണിച്ചു തരുന്നു. അവിടെ യേശു അപ്പം മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്ത്, ഇത് എൻ്റെ ശരീരമാണ്. അപ്പവും ഉപജീവനവും യേശുവിൻ്റെ ബലിയും തമ്മിലുള്ള ബന്ധം അവൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്നതിലൂടെ ലഭിക്കുന്ന പ്രായശ്ചിത്തത്തിൻ്റെയും ആത്മീയ പോഷണത്തിൻ്റെയും ശക്തമായ പ്രതീകമാണ്. അവസാനമായി യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യം സുവിശേഷത്തിൻ്റെ കേന്ദ്ര സന്ദേശം നൽകുന്ന സമ്പന്നവും ഗഹനവുമായ ഒരു വാക്യമാണ്. ആത്മീയ ജീവിതത്തിൻ്റെയും പോഷണത്തിൻ്റെയും ഉറവിടം യേശുവാണ്. അപ്പത്തിൻ്റെ രൂപകത്തിലൂടെ ആത്മീയ സംതൃപ്തിയും അനുഭവിക്കുന്നതിനുള്ള മാർഗമായി യേശുവിൻ്റെ അടുക്കൽ വരികയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഈ വാക്യം ഊന്നിപ്പറയുന്നു. വാക്യത്തിൻ്റെ സന്ദർഭവും അതിൻ്റെ പ്രതീകാത്മകതയും അതിൻ്റെ അർത്ഥത്തിന് ആഴം കൂട്ടുകയും ക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെയും അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അവൻ നൽകുന്ന സമൃദ്ധമായ ജീവിതത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കുന്നതിനുള്ള അടിത്തറ നൽകുകയും ചെയ്യുന്നു. നമ്മെ പോഷിപ്പിക്കുവാൻ യേശുവെന്ന അപ്പത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അവനിൽ വിശ്വസിക്കുക, അവനൊരു അടിത്തറ സ്ഥാപിക്കുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.